Assalamualaikum warahmatullahi wabarakatuh. Welcome back to our channel. അപ്പോൾ ദേ നമ്മുടെ ഹയാൻകുട്ടൻ സുബൈൻസ്കരിക്കാനും വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദേ 5:35 ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ച് നേരം നമ്മുടെ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെ ഫ്രൂട്ട്സ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. മൾബറി കുറേ ഉണ്ടായിരുന്നു. ഭയങ്കര സങ്കടം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് ക്ലീനാക്കാൻ വന്നപ്പോൾ അവർ അതിൻ്റെ മൊത്തം കൊമ്പും മുറിച്ചു വിട്ടാ. അതുകൊണ്ട് കുറേ അങ്ങനെ പോയി. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇച്ചിലു ബേബീൻ്റെ 2 വയസ്സിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറിലായിരുന്നു, ലാസ്റ്റ് വീക്കിലായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ ആഘോഷിക്കൽ കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് മക്കളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാണ്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ ആരോടും പറയാതെ മനസ്സിലൊരു നിയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിനും വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാന്നുള്ളത്. അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. എന്താണ് ആ ഒരു സംഭവം എന്നുള്ളത്. അവരുടെ ദുആ കൊണ്ടും അതിൻ്റെ ഒരു കൂലി കൊണ്ടും നമ്മുടെ മക്കൾക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകാനും വേണ്ടിയിട്ട് അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചൊരു കാര്യം, ഒരു താത്താനെ കാണാനും വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രത്യേകതകളുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ അവസാന ഭാഗം കാണുക. കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളും ഗുണങ്ങളും ഉണ്ടാവും കേട്ടോ ഇൻഷാ അല്ലാ. പിന്നില്ലേ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ കോളേജിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒക്ടോബർ 10th ശേഷം കൺഫേം ആയിട്ട് എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അറിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10-14 ഉള്ളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള പോലെയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. പിന്നെ അപ്പോൾ ഞാൻ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര നേരത്തെ എണീറ്റാലാണ് എത്ര മണീൻ്റെ ഉള്ളിൽ നമ്മുടെ പണികളൊക്കെ തീരുക, ലഞ്ച് ബോക്സിൻ്റെ പണിയൊക്കെ തീർന്ന് എനിക്ക് എത്ര മണിക്ക് ഇറങ്ങാൻ പറ്റും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ ദിവസങ്ങളിൽ. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് മക്കൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ലഞ്ച് ബോക്സ് തയ്യാറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മറക്കരുത് നമ്മുടെ ഇച്ചിലു ബേബീനെ വിഷ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കമൻസൊക്കെ കുറേ ഇടണം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ബീട്രൂട്ട് കൊണ്ട് പാസ്ത ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതായത് ബീട്രൂട്ടിൻ്റെ ക്രീം ഉണ്ടാക്കിയിട്ട് അതിൽ കുട്ടികൾക്ക് ഹെൽത്തി വേയിലുള്ള പാസ്തയാണ് നമ്മളിന്ന് കൊടുക്കാനായിട്ട് പോകുന്നത്. പാസ്ത ഹെൽത്തി ആണോ അല്ലേ എന്നുള്ള തർക്കങ്ങൾ ഇപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പാസ്തയിൽ തന്നെ ഗോതമ്പിൽ ഉണ്ടാക്കിയതും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ എന്തെങ്കിലും മൈദ കഴിച്ചത് കൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ തീരെ മൈദ കഴിക്കാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിതേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് കൊണ്ടൊരു സ്മൂത്തി ഉണ്ടാക്കാനായിട്ടും പോവുകയാണ്. അപ്പോൾ ക്യാരറ്റ് നമ്മൾ നേരിട്ട് ജ്യൂസ് ആക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഒരു 2 എടുത്തിട്ട് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കമൻറ്റുകൾ വരുന്നില്ല, എങ്ങനെയാണ് ഇത്താ മാനേജ് ചെയ്യുന്നത്, വീട്ടിലിരുന്നിട്ട് പണികളുടെ മാത്രമല്ലാതെ എങ്ങനെ ക്ലാസ്സിലേക്ക് പോകും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ. നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് കംഫർട്ട് സോണിലിരുന്നുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ജോലികളും മക്കളെ മാത്രം നോക്കിയിട്ട് ഇരിക്കുന്നതാണോ ഇഷ്ടം, അതല്ല പുറത്ത് പോയിട്ട് ജോലിയും ചെയ്ത് നമ്മുടെ വീട്ടുജോലികളും ചെയ്ത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫാണോ ഇഷ്ടം, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നത് ഇഷ്ടമാണോ, അല്ല ഹസ്ബൻഡിൻ്റെ വരുമാനത്തിൽ മാത്രം ജീവിക്കാൻ കംഫർട്ടായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ, അങ്ങനെയുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. നമുക്ക് മെജോറിറ്റി ഏതാണ് കൂടുതൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ അതേ പാല് ഞാൻ കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട് സ്മൂത്തിക്കുള്ളത്. അതിന് ശേഷം പാസ്ത, ഒരു കവർ പാസ്ത ഉണ്ടായിരുന്നു, 2 പിടി മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് അതേ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പിടി മാറ്റി വെച്ചോ, ഇല്ല ആദ്യം മാറ്റി വെച്ചിട്ട് വീണ്ടും ഇതിൽ തന്നെ ഇട്ടു എന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഗൈസ്. പിന്നെ അത് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ എന്തിനാണെന്ന് വെച്ചാൽ അറിയാലോ,
ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാസ്ത ഒന്നിനോടൊന്ന് ഒട്ടാതെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ പാസ്ത സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിചാരിച്ച് വെച്ചതായിരുന്നു. നോക്കിയ സമയത്ത് ഗ്യാസ് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സ്മെല്ല് വന്നപ്പോഴാട്ടോ അറിഞ്ഞത്. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ വെച്ച് കൊടുത്താണ്. അപ്പോൾ സ്മൂത്തിയുടെ പണി ഇവിടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് കാച്ചിയതിന് ശേഷം ആറിയിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ക്യാരറ്റും ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു ടേസ്റ്റ് കുറച്ച് നന്നായിട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട്. രാവിലെ മക്കൾക്ക് വെറും വയറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇപ്പോൾ രാവിലെ മദ്രസയ്ക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവില്ലേ, അപ്പോൾ ആ നേരത്തെ എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ വന്നതിന് ശേഷം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതേ ഇത് ഹയാൻകുട്ടനും വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് ഇടണം. ഞാൻ സാലഡ് ആക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ, പുഴുങ്ങാനും വേണ്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അവസാനം നോക്കിയ സമയത്ത് ഹറി പറയാവും ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ അത് സാധിച്ചില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളത് അപ്പം കാണാം കേട്ടോ. അപ്പോൾ അതേ മുട്ട പുഴുങ്ങാനും വേണ്ടിയിട്ട് ഇട്ടിട്ട് ഇന്ന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞോ, ഇതിലേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാതെ ഞാൻ അങ്ങോട്ട് ഓണാക്കിയിട്ട് അപ്പുറത്തേക്ക് പോയി ഗൈസ്. സത്യം പറഞ്ഞാൽ എന്തോ ഒരു ടെൻഷൻ ഉള്ളിൽ ഇങ്ങനെ കയറി കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സംഭവം. അപ്പോഴേക്കും നമ്മുടെ ഇച്ചിലി ബേബി ഇന്ന് കുറച്ച് പതിവില്ലാതെ നേരത്തെ എണീറ്റിട്ടുണ്ട്. പാലുകൂടി നിർത്താനുള്ള ചെറിയ തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ആളങ്ങോട്ട് സമ്മതിക്കണമില്ല. ആ ഒരു അവസ്ഥയിലാണ്. അതായത് 2 വയസ്സിന് ശേഷം പാല് കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. 2.5 വയസ്സ് വരെ കൊടുക്കാമെന്നും പറയുന്നവരുണ്ട്. അപ്പോൾ ഏതായാലും പെട്ടെന്ന് നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും ലൈറ്റായിട്ട് ആളൊന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ ഇച്ചിലി ബേബിക്കും കൂടെ കുറച്ച് സ്മൂത്തി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂർ അവൾ അതിലൊന്ന് പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കിച്ചണിലത്തെ അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ട് വരാം എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ആയിക്കഴിഞ്ഞാൽ അവളുടെ കയ്യിലും ഒരു ലഞ്ച് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഹാപ്പി ആവും. ആ സമയത്തൊന്നും ആൾക്ക് പാല് വേണമെന്ന് വാശി പിടിക്കൂല കേട്ടോ. ഞാൻ ഇരിക്കണ കണ്ടാൽ കിടക്കണ കണ്ടാലാണ് അങ്ങനെ. മറ്റു കുട്ടികൾ അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ഇരിക്കാൻ പോലും സ്വൈരം തരൂല എന്ന് പറയില്ല പോലെ. നിങ്ങളുടെ മക്കൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയണേ. പിന്നെ അതേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ബീട്രൂട്ടാണ്. നമുക്ക് തോന്നും ബീട്രൂട്ടിൻ്റെ ചൊയ ഉണ്ടാവുമോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് വരുന്ന അടിപൊളി പാസ്തയാണ്. പാസ്ത മാത്രമല്ല, ഈ ഒരു ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തിൻ്റെ കൂടെയും മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും. ഇപ്പം ചോറാണെങ്കിലും ബസ്മതി റൈസിലാണെങ്കിലും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും കേട്ടോ. പാസ്ത തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതേ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ സവാള 2 എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു വലിയൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബീട്രൂട്ട് കൗണ്ടർ ടോപ്പിന് ശത്രുവാണ്, വേഗം തുടച്ച് കളയണം, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ അടുത്ത മെയിൻ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നല്ലൊരു ഫ്ലേവർ എടുത്തു കൊടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗാർലിക്ക്, അതായത് വെളുത്തുള്ളി ഇതുപോലെ കുറേ വേണം കേട്ടോ. കുറേയല്ല, കുറേ വേണം. ഞാനൊരു 2 പൂണ്ട് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെ പൂണ്ട് എന്നാണോ പറയാമെന്നുള്ളത് അറിയില്ല. പിന്നെ അടുത്തത് നമുക്ക് വലിയ ഫാമിലിയാണ്, വലിയ ക്വാണ്ടിറ്റി വേണം. അപ്പോൾ വലിയ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, സെൻറ്റർ മാത്രം തീ വരുന്നതുകൊണ്ട് ആ ഭാഗം കരിപ്പിടിക്കും. അതാണ് ഒരു പ്രശ്നം, അടിപ്പിടിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ബട്ടർ വേണം. ബട്ടറിൽ ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഞാനിതേ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗാർലിക്ക് ഇതുപോലെ ചെറുതാക്കി ചീകിയത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗാർലിക്ക് ചെറുതാക്കി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5-6 എന്താ പറയുക വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റനക്കുട്ടിക്ക് നല്ല എരിവ് വേണം. അവൾ എരിവിൻ്റെ മെയിൻ ആളാണ് കേട്ടോ. അപ്പോൾ അത് പ്രമാണിച്ച് ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഗാർലിക്ക് നന്നായിട്ട് ഇതുപോലെ ആയി വരണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു മണം വരുള്ളൂ. സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ലൈറ്റായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആഡ് ചെയ്യരുത്, കാരണം പാസ്തയിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ ഒരു കണക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ മക്കൾ ടിഫിൻ ബോക്സ് എടുത്ത് എയറിൽ എറിയുന്ന പോലെ അവസ്ഥയായിരിക്കും പിന്നെ ലാസ്റ്റ് വരിക. അപ്പോൾ ദേ ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമ്മുടെ ബീട്രൂട്ട് ചീകി വെച്ചതാണ്. ചീകണം തന്നെ നിർബന്ധമില്ല, കട്ട് ചെയ്താലും മതി. പക്ഷേ ഞാൻ ചീകിയത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു ചൊയ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇനിയിപ്പോൾ ബീട്രൂട്ടൊക്കെ ഒന്ന് വെള്ളമൊക്കെ വിട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്ന പാലാണ്. ഇതിൻ്റെ ഒരു ചൂടും പാലിൻ്റെ ചൂടും സെയിം ആയിട്ടുള്ള ഒരു അളവിലാണ് ഒഴിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പാക്കറ്റ് പാൽ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1.5 പാക്കറ്റോളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണം. അതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പാസ്ത ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രീം കുറവാകുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്കി ഒരുമാതിരി ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഉണ്ടാവും. പിന്നെ വലിയ ജീരകം മുമ്പേ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, മറന്നുപോയി. എങ്കിലും ഇത് നമ്മൾ മിക്സിയിൽ അടിക്കാനായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പം തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കൈയെടുത്തിട്ടുണ്ടാവും. എന്തായാലും കമൻറ്റ് ചെയ്തോ. സിലു ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ശരിയാണ്. എൻ്റെ കയ്യിൽ പിന്നെ കരിത്തുണി എടുക്കാനും പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഷോൾ കൊണ്ട് തന്നെ എടുത്തതാണ്. ആരും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്നെ കൊണ്ട് അനുകരിക്കരുത് പ്ലീസ്. റനക്കുട്ടി ബാക്കിൽ നിന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീം അടിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് തണുപ്പിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് തണുത്തിട്ടില്ല, എനിക്കറിയാം. പക്ഷേ ഈ ഒരു മിക്സി ആയതുകൊണ്ട് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരില്ല എന്നുള്ള ധൈര്യത്തിൽ ലൈറ്റ് ചൂടോടുകൂടി ഞാനിത് മിക്സിയിൽ നന്നായിട്ട് സ്മൂത്തി പോലെ ആക്കിയെടുക്കുന്നുണ്ട്. നല്ലോണം എത്രത്തോളം ഫൈൻ പേസ്റ്റായിട്ട് അരക്കാൻ പറ്റും അത്രത്തോളം അരയ്ക്കുമ്പോൾ ആ ഒരു ക്രീമിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാനിതേ അതേ പാൻ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം, നേരത്തെ ഒരു സ്പൂണ് ബട്ടറാണ് ഇട്ടത്, ഇനി ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ 2 സെക്ഷനായിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചത് കണ്ടില്ലേ. അപ്പുറത്ത് നല്ല അടിപൊളി പണി കിട്ടി. എനിക്കത് മൊത്തം ആറാൻ വേണ്ടിയിട്ട് വലിയ പ്ലേറ്റിൽ എടുത്തിട്ട് ഇതിലൊഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പ്ലീസ് ഇനി വൃത്തിയില്ല എന്നും പറയരുത് ഗൈസ്. രാവിലത്തെ ഓട്ടപ്പാച്ചിലിൽ സംഭവിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു ബട്ടറിലേക്ക് ഈ ഒരു പേസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുക. കാണാൻ തന്നെ അടിപൊളിയാണ്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പാസ്ത എല്ലാം കൂടി നമ്മുടെ ഈ ഒരു ക്രീമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റോളം ഈ ഒരു മിശ്രിതം അതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റ് ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് ഉപ്പ് മതിയാവുമോ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലാകുമ്പോൾ പിന്നെ കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ ഗ്യാപ്പിൽ കൂടെ ഞാൻ ടിഫിൻ ബോക്സ് എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട തൊലിക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ വേഗം അതും കൂടെ ഓടിപ്പോയി തൊലിക്കുകയാണ്. ഇടയിൽ കൂടെ നമ്മുടെ റനക്കുട്ടി റെഡി ആവാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. മിക്ക ഷോർട്സും റനക്കുട്ടിയാണ് കേട്ടോ ഷൂട്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ അതേ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേബിളിലേക്ക് എല്ലാം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾക്ക് എരിവ് കുറവാക്കാനും വേണ്ടിയിട്ട് കുറച്ചും കൂടെ പാലും നെയ്യും മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ചെറിയ മക്കൾക്ക് കഴിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അവർക്ക് സ്കൂളിൽ പോയിട്ട് ഇനി കഴിക്കാതെ അവസ്ഥ ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ബിഗ് ഫാമിലിക്കുള്ള ബിഗ് ക്വാണ്ടിറ്റി പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇങ്ങനെ കാണാൻ കളർഫുള്ളായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ ചുച്ചുക്കുട്ടി എന്താണ് ടേബിളിൽ നിന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഇതേ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ് അടുത്തതായിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും. ചിലർക്ക് ഫിനാൻഷ്യലായിരിക്കും, ചിലർക്ക് ഫാമിലി വൈസിലായിരിക്കും, അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുക? ഞാനൊക്കെ ആണെങ്കിൽ പണ്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നീട് എൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ മാറി മറിഞ്ഞതാണ്. പിന്നെ ഞാൻ അത് നേരാക്കാനുള്ള സൊല്യൂഷൻ എന്താണ് എന്ന് ചിന്തിച്ചിട്ട് നടക്കുന്ന ആ
ഒരു ടൈപ്പിലേക്ക് ഞാൻ മാറി. നമ്മുടെ ജീവിതമാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് സൊല്യൂഷനും വേണ്ടിയിട്ട് നിങ്ങൾ നടക്കുമോ, അതല്ല വെറുതെ കരഞ്ഞുകൊണ്ട് അയ്യോ എൻ്റെ വിധി എന്ന് വിചാരിച്ചിട്ടിരിക്കുമോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ ഈ കമൻറ്റ്സ് ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. ആ വായിക്കുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ അതൊരു ഉപകാരമായേക്കാം. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിൻ്റ് ആവാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരേപോലെയുള്ള എക്സ്പീരിയൻസ് ആയിരിക്കില്ല, എല്ലാവർക്കും ഒരേപോലെയുള്ള കഴിവുകളായിരിക്കില്ല പഠിച്ചോൻ കൊടുത്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നാലോ. അപ്പോൾ ജസ്റ്റ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഗ്രോസറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ദിവസമായി ഷോപ്പിങ്ങിന് പോയിട്ട്, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്ലൂബെറി ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാ ബോക്സിലും ഓരോന്ന് വെച്ച് കൊടുത്ത്, പിന്നെ മുട്ട പുഴുങ്ങിയത്, നേന്ത്രപ്പഴം ഒരെണ്ണം എടുത്തിട്ട് ചെറിയ ചെറിയ 2 കഷ്ണങ്ങൾ, അതായത് ഫ്രൂട്ട്സ് എന്തായാലും കഴിക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് അവരുടെ സ്കൂളിൽ എന്തോ ഒരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഗ്രീൻ കളർ ബ്രൊക്കോളി തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം മിക്കവാറും അതായിരിക്കും. അപ്പോൾ അതേ ഫ്രൂട്ട് പിക്കറെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ ടിഫിൻ എല്ലാം സെറ്റാണ്. ഇക്ക ഹയാൻകുട്ടനെ വിളിക്കാനും വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതേ റാനക്കുട്ടിയും കുട്ടികളും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റാനക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ചുച്ചുക്കുട്ടിക്ക് എരിവ് കുറച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആൾ റാനക്കുട്ടീൻ്റെ നിന്ന് വാങ്ങിയിട്ട് എനിക്ക് എരിവുള്ളത് തന്നെ മതി എന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിലേക്ക് മാത്രം എരിവ് കുറവുള്ളതാക്കി കൊടുത്തു. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ളത് അവർ നോർമലായിട്ടുള്ളത് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു എരിവൊക്കെ ഉണ്ടായിരുന്നു. വലിയവർക്ക് കഴിച്ചാൽ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു എരിവായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ ചെറിയ മക്കൾക്ക് അത്ര എരിവ് കൊടുക്കാറില്ല. ഇനിയിപ്പോൾ ദേ അടുത്ത് നമ്മുടെ ഇച്ചുലു ബേബീൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് കുറച്ച് എക്സ്ട്രാ പാലൊഴിച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒരു മുട്ടയും ഒരു കുഞ്ഞ് ബ്ലൂബെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ റാനക്കുട്ടിക്ക് ടൈമായി. റാനക്കുട്ടീനെയാണ് ഫസ്റ്റ് കൊണ്ടുവിടുന്നത് കേട്ടോ. അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് അവളുടെ സ്കൂളുള്ളത്. പക്ഷെ അവൾ മടിച്ചാണ്, നടന്നു പോകില്ല. പിന്നെ ഒന്നാമത്തത് മടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പാവം എനിക്ക് ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് എപ്പോഴും ലേറ്റ് ആവും. പിന്നെ ദേ അവളുടെ ഒരു ബോക്സിൽ നിന്ന് എല്ലാം എടുത്ത് മാറ്റിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ആ ഒരു ലഞ്ച് ബോക്സ് തിരക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളെ ഫുഡ് കൊടുക്കൽ അങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ചുച്ചുക്കുട്ടിക്ക് ഇഷ്ടമായിട്ട് ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതേ ഞാൻ ഇച്ചുലു ബേബി എന്ന് വിളിക്കുമ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇച്ചിലി ബേബി എന്തിനാ അങ്ങനെ വിളിക്കണമെന്നിട്ട്. ആക്ച്വലി ഹെസ്ലി എന്നുള്ളത് നമ്മളിങ്ങനെ കൊഞ്ചിച്ച് വിളിച്ചിട്ട് അങ്ങനെ ആവുന്നതാണ്. ഇച്ചു എന്നാണ് കേട്ടോ മിക്ക സമയത്തും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇച്ചു ബേബിക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ടിഫിനൊക്കെ അപ്പോഴേക്കും ഭയങ്കര തിരക്കായിക്ക ചീത്ത പറയുന്നത്. ഹയാനെയും റനക്കുട്ടീനും ഒന്നിച്ചാണ് കൊണ്ടുവിടുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹയാന് ഭക്ഷണം വേണ്ട, രാവിലെ സ്മൂത്തി കുടിച്ചല്ലോ അത് മതി എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബേജാറായി. പിന്നെ ഞാൻ വേഗം ഓടിപ്പോയിട്ട് അവന് വാരി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു ചൂടുന്ന സമയത്ത് അവൻ കഴിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴിങ്ങനെ ഓർമ്മ വന്നതേ, പണ്ട് കോളേജിൽ പോകുന്ന സമയത്ത് നല്ല ദൂരമുണ്ട് കേട്ടോ എൻ്റെ കോളേജ്. ഞാൻ താമസിക്കുന്ന പാലക്കാടും കോളേജ് ആലത്തൂരുമാണ്. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങണം, ബസ് പോകുന്ന പറഞ്ഞിട്ട് നടന്നു പോകണം ബസ് സ്റ്റോപ്പ് വരെയും. അപ്പോൾ അമ്മ ഇങ്ങനെ പുറകെ വന്ന് ലാസ്റ്റ് നിമിഷം വരെ വായിൽ എന്തെങ്കിലും ഇതുപോലെ വാരിത്തരും. കാരണം സമയം ഉണ്ടാവില്ല, ആകെ 2 സ്പൂൺ എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കത് ഓർമ്മ വന്നു. അങ്ങനെ രണ്ടുപേരെയും കൊണ്ടുവിടാനായിട്ട് പോവാണ്. ഹയാൻകുട്ടൻ്റെ സ്കൂൾ കുറച്ച് ദൂരമാണ്. ഇന്ന് അവന് JRCൻ്റെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു യൂണിഫോമാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ചെറിയ മക്കളെ പറഞ്ഞേക്കാനും വേണ്ടിയിട്ട് ഇക്കാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കമൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറേ മെസ്സേജുകൾ ഉണ്ടാവും. അതൊക്കെ അവരൊക്കെ ഒരു കൺസേൺ എന്ന് പറയുമ്പോൾ മക്കളുടെ സ്റ്റഡീസിനെ കുറിച്ചിട്ടായിരിക്കും. എങ്ങനെ മാനേജ് ചെയ്യുന്നത്, ബ്ലോഗിൻ്റെയും ചാരിറ്റി ഇതെല്ലാം കൂടെ നിങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അല്ലേ മക്കളെ പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതുണ്ടാവും, നമുക്കും പറഞ്ഞ് ചിലപ്പോൾ മടുപ്പും വരും, പിന്നെ തല്ലാനൊക്കെ തോന്നും. ശരിക്കും മക്കൾക്ക് പഠനത്തോട് താല്പര്യം ഇല്ലാത്തതിന് പല കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അത് അറിയാതെ അവരെ നമ്മൾ പിടിച്ചിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മക്കൾക്ക് എന്താണ് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തതെന്ന് കണ്ടെത്തുക. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ചെറുതിലെ ബേസിക്സ് ഇഷ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാനോ എഴുതാനോ അറിയാത്തതൊക്കെ ഉണ്ടാവും. അത് എക്സാം പേപ്പറിൽ കൺവേ ചെയ്യാൻ അവർക്ക് കഴിയാതെ വരുമ്പോൾ മാർക്കും കുറയും. അത് നമ്മളെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും.
എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. മുമ്പൊക്കെ പറയുമ്പോൾ ഭയങ്കര നിർബന്ധിച്ച് ഇങ്ങനെ ഇരുത്തൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇൻ്റർവെൽ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്ക് അവർ ഈ അസസ്മെൻറ്റ് ടെസ്റ്റ് എടുത്തപ്പോൾ അല്ലേ മക്കളുടെ ശരിക്കുള്ള പ്രോബ്ലം എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാനും പറ്റി. അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ നല്ല മാറ്റം ഉണ്ട് കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത് നോക്ക് കേട്ടോ. നമ്മുടെ ഇങ്ങനെ മെസ്സേജിൽ കുറേ പേര് ചോദിക്കുന്നില്ലേ ഇൻ്റർവെൽ ക്ലാസ് എടുത്തിട്ട് എങ്ങനെയുണ്ട് മക്കൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് റൈനക്കുട്ടിക്ക് അതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ നമ്മൾ ചുച്ചുക്കുട്ടീൻ്റെ ഒക്കെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അസസ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അവരുടെ പ്രോബ്ലം എവിടെയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അറ്റൻഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും ഞാൻ നമ്മുടെ ചുച്ചുക്കുട്ടിക്ക് അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുള്ള അവളുടെ ക്ലാസ് എങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്, അതിൻ്റെ രീതികൾ മറ്റേത് മറിച്ചതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ആ ഒരു ബേസിക് ഇഷ്യൂ മനസ്സിലാക്കിയിട്ട് അവരെ പ്രോപ്പറായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല കേട്ടോ, മക്കൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതേ ഞാൻ ഇക്കാര്യം കൂടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണേ. ഇനിയിപ്പോൾ എനിക്ക് ഉച്ചയ്ക്കുള്ള പണികളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവർ വന്നിട്ട് സ്കൂൾ വിട്ട് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു 4 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം മോളുടെ ട്യൂഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ തീരുമല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചുച്ചുക്കുട്ടി അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്. ഇത് ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സാണ് കേട്ടോ. നമ്മുടെ വലിയ കുട്ടികളൊക്കെ ക്ലാസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവരെയും ഇതിൽ ചേർത്തതാണ്. പിന്നെ ആദ്യം തന്നെ നേരെ ക്ലാസ് തുടങ്ങാതെ കുട്ടികളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഇവരൊരു അസസ്മെൻ്റ് ഒക്കെ ഉണ്ട്. എക്സാം അല്ല കേട്ടോ, കുട്ടികളെ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറിലെ ഇൻട്രാക്റ്റീവ് സെക്ഷനാണ്. അതിലൂടെ കുട്ടികളെ പറ്റി അവരൊന്ന് നന്നായിട്ട് സ്റ്റഡി ചെയ്യും. എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് എവിടെയാണ് ഇഷ്യൂസ് ഉള്ളത്, അവരുടെ പ്രോബ്ലംസൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവർക്കൊരു ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് pre-KG മുതൽ +2 വരെയുള്ള മക്കൾക്കുള്ള ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. മക്കളുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്തിട്ട് ബാക്കി ട്യൂഷനിലേക്ക് എത്തുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ മക്കൾക്ക് എവിടെയെങ്കിലും ബേസിക് ഇഷ്യൂ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയാൽ മാത്രമേ നമ്മുടെ മക്കളെ സ്കൂളിൽ നന്നായിട്ട് എക്സാമിന് സ്കോർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ അസസ്മെൻ്റ് എടുത്തപ്പോൾ ചുച്ചുക്കുട്ടിക്ക് ചെറുതായിട്ട് ഒരു 2-3 സബ്ജക്റ്റിൽ ഒരു ബേസിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും എടുക്കാം. ഇംഗ്ലീഷോ മാത്സോ മലയാളമോ ഹിന്ദിയോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. 30 to 40 ഡേയ്സിൽ നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചില കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രം മതി എന്നുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇനി അതല്ല എല്ലാ സബ്ജക്റ്റിനും ബേസിക്സ് ശരിയാക്കണം, ഫൗണ്ടേഷൻ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം എടുക്കാം കേട്ടോ. ഇപ്പം മോൾക്ക് നമ്മൾ ഇംഗ്ലീഷാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്സ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കാലാകാലത്തിന് പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട, ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം അതാണല്ലോ നമുക്ക് വേണ്ടത്. പിന്നീട് അവർക്ക് എല്ലാം അങ്ങോട്ട് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും. ഒരിക്കലും അവർക്കൊരു ഇൻഡിവിജ്വൽ പ്രോപ്പറായിട്ടുള്ള ഒരു അറ്റൻഷൻ കാര്യങ്ങൾ കിട്ടില്ല. പിന്നെ മക്കൾക്കൊരു മടിയും കൂടാതെ ടീച്ചറിൻ്റെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചർ അവരെ കളിയാക്കാനോ അങ്ങനെ ഒന്നും പോകുന്നില്ല. അവരെ ഡൗട്ട് ക്ലിയർ ചെയ്ത് അവരെ ഫ്രണ്ട്ലി ആക്കിയിട്ടാണ് അവർ ഓരോ ക്ലാസ് ഉണ്ടാകുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും 10ാം ക്ലാസ് ആയിട്ട് പോലും ലെറ്റേഴ്സും ബേസിക്സും ഒന്നും അറിയാതെ ഒരുപാട് കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ലെറ്റേഴ്സ് മുതൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ചെറുതിലേ ശ്രദ്ധിക്കാതാവുമ്പോഴാണ് കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരുന്നത്. ബേസിക്സിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളാണ്, അവർക്ക് ട്യൂഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ കൊടുക്കുന്ന അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേറെ പുറത്ത് ട്യൂഷനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അത് വേറെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമാണ് വേണ്ടത്, എല്ലാ സബ്ജക്റ്റും വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ സിലബസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സിലബസും, അതായത് ICSE CBSE കേരള സിലബസ് എല്ലാം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പല പേരൻസിൻ്റെയും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്കൂളുണ്ട്, മദർസയുണ്ട്, എല്ലാം കൂടെ അവർക്ക് ടൈം ഉണ്ടാവുമോ, പോകാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ അവർക്ക് ബേർഡൻ ആവാത്ത രീതിയിലായിരിക്കും ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിയാലേ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കാനും വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അസസ്മെൻ്റ് എടുത്തിട്ട് മക്കൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് എനിക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നമ്മൾ പാരൻസിനൊക്കെ ഇപ്പോൾ നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇനി പഠിക്കണം അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു ജോബിനൊക്കെ പോകണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൽ ECPC എന്ന് പറഞ്ഞ ഒരു മോണ്ടിസോറി കോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജോലിക്ക് പോകാനൊക്കെ പറ്റും. ഇൻ്റർവെല്ലിൻ്റെ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് പുറത്ത് സ്കൂളിൽ അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററുകളിൽ പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഇത് മാത്രമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ ക്ലാസ് കഴിയാനായിട്ടുണ്ട്. കുറേ പേര് ചിലപ്പോൾ സ്കിപ്പ് ചെയ്തൊക്കെ പോയിട്ടുണ്ടാകും. പക്ഷേ മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടാം. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാര്യങ്ങളോ ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ചെയ്യട്ടെ. എത്ര ഓക്കെ, ക്ലോസ് ഇറ്റ്. ഇനി പോയി കളിച്ചോ. ശരി. ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന വിഷമം കൊണ്ട് ഞാൻ ഇങ്ങനെ വന്നത്. ഇപ്പോൾ എൻ്റെ കാലിന് വിരവും മുറിച്ചിട്ട് ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ജോലി ചെയ്യാൻ പറ്റൂല, ഒരു മോള് കെട്ടിക്കാനുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. വാടക വീട്ടിലാണ് ഉള്ളത് ഇപ്പോൾ. പിന്നെ ജീവിക്കാനും പറ്റുന്നില്ല. കുറച്ച് കടങ്ങളുണ്ട്. ആരും സഹായിക്കാനില്ല. ഭർത്താവാണെങ്കിൽ ഇട്ട് പോയതാണ്. എൻ്റെ ഇടയ മോളെ 3 മാസം ഗർഭിണിയായിട്ട് ഇട്ടിട്ട് പോയതാണ്. വേറെ പെണ്ണിനെയും കൊണ്ട് പോയിട്ട് ഉള്ള എൻ്റെ സ്വത്തും ഒന്നിലെല്ലാം പോക്കി. അവസാനം ആടുന്നെല്ലാം നീന്തി തുടിച്ചിട്ട് ഞാൻ വന്നത്. എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ വന്നത്. അവസാനമാണ് എനിക്ക് ഈ വരികതികൾ വരച്ചുകൊണ്ട് വന്നത്. പരീക്ഷകളായിരിക്കും. ആടുന്ന് ഞാൻ വേണ്ടി ഇവിടം വരെ എത്തി. പക്ഷേ ഇവിടെ എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല. എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. ജോലി ചെയ്തിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ വിളിച്ച് എത്തിയതും ഈ കാര്യങ്ങളെല്ലാം പറയുന്നതും എന്നെല്ലാവരും കൂടെ ഒന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ജീവിതം ഇങ്ങനെ പോകും. അതാനോട് പറയാന്നല്ലാണ്ട് വേറൊരാൾ സഹായിക്കാനില്ല. ഓലേതായ രീതിയിൽ നമ്മൾ പെൺകുട്ടികളായതുകൊണ്ട്, എനിക്ക് 3 പെൺകുട്ടികളല്ലേ, പെൺകുട്ടികളായതുകൊണ്ട് ആരും നോക്കുന്നില്ല. ഇപ്പം വാടക കൊടുക്കാൻ വരെ പൈസ ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക. 2 മാസത്തെ വാടക കൊണ്ട് കൊടുക്കാൻ പീടിയിൽ നിന്ന് കടം വാങ്ങി തിന്നാൽ എത്രയെന്ന് വെച്ചിട്ട് തിന്നാൻ. ഇതെല്ലാ വിഷമം ഉള്ളിൽ ഒതുക്കി എല്ലാവരും കൂടി അവഗണിച്ച് ഒറ്റപ്പെടുത്തി ഇങ്ങനെ നിൽക്കുക. ഞാൻ ആരും മുമ്പിലും കൈ നീട്ടലില്ല. ഞാൻ എന്നെ ഒറ്റക്ക് പണിയെടുത്ത് എൻ്റെ മക്കളെ നോക്കില്ല. ഇപ്പം എനിക്ക് അതിന് പറ്റുന്നില്ല. അവൻ്റെ മോളെ മുമ്പിലായിരിക്കുന്നിങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല. ഒന്നിനും ഒരു വഴിയില്ല. അതിനെല്ലാവരും കൂടി ഒക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതം ഇങ്ങനെ അങ്ങ് പോവും. അല്ലെങ്കിൽ എവിടെ ഒരു മോളുണ്ട്. എനിക്ക് അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളെ പഠിപ്പിക്കണം. ഓളെന്തെങ്കിലും ചെയ്യണ്ടേ. അതുകൊണ്ടാണ് മോളെ ഞാൻ വിളിച്ച് വരുത്തി. ഞാൻ എൻ്റെ രക്ഷ നമ്മളെ രക്ഷിക്കണം. അഞ്ച് വിരല് മുറിച്ചു. വിരല് മാത്രമല്ല, മടമ്പില്ല, കാലിന് അടിയില്ല, പൊറോടിയില്ല, തോല് മൊത്തം ഇല്ല. എനിക്ക് ഇറച്ചി മാത്രമേ എല്ല് മാത്രമേ ഇറച്ചി വന്ന്. എന്നിട്ടിപ്പം തോലെല്ലാം വരാം. ഇപ്പം മടമ്പിലിപ്പം വന്നതാ. ഒരു ട്രീറ്റ്മെൻറ്റും ഇനി ചെയ്തിട്ടില്ല. അന്നെൻ്റെ കാവൽ ആടെ 10 ലക്ഷം ഉറുപ്പ്യ ആടെ ചിലവായി. ഗൾഫിൽ 41,000 ദിർഹംസ്. നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽ 10,000 ദിർഹംസ് ഓല് ചാരിറ്റിൻ്റെ ആക്കി തന്നു. ബാക്കി 31,000 ഉറുപ്പ്യ അവിടെ അടിച്ചു കൊടുത്തു. ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. എന്നിട്ട് അടുത്ത ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ട് ഞാൻ നാട്ടിലെത്തിയത്. നാട്ടിലെത്തുമ്പോഴത്തേക്കാണെങ്കിൽ വീടില്ല. പിന്നെ വാടകക്കും വീടില്ല, ഒന്നിനും വീടില്ല. പൈസ വേണ്ട കൊടുക്കാൻ. അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട്
ഇച്ചിരി പൈസയെല്ലാം കിട്ടിയിട്ടാണ് ഇവിടെ 50,000 ഉറുപ്പ്യ ഇവിടെയല്ല ഇതിന് മുമ്പുള്ള വീട്ടിൽ നിന്നത്. നമ്മൾ വിഷമങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്യാനറിയും. ഞാനും ബ്ലൗസ്, ചുരിദാർ, മാക്സി ഇതെല്ലാം അടിക്കും. ഒരു മിഷൻ ഉണ്ടെന്ന് എനിക്ക്. പക്ഷേ കാലിനൊരു ചെറിയ ഇത് വന്നത് മറ്റുള്ളത് വേണം. പിന്നെ അത് മാത്രം വാങ്ങിയിട്ട് കാര്യമില്ല മോളെ. ഇത് തുണി വാങ്ങണോ, എന്തെല്ലാം വേണം, അതിനെല്ലാം പൈസയില്ല. അതുകൊണ്ട് അനങ്ങാണ്ടിരിക്കും. ഓരോരുത്തർ സഹായം കൊണ്ട് ഇതുവരെ ഇങ്ങനെ അങ്ങനെ അങ്ങ് പോയി. നമ്മൾ എത്രയാണോ മുമ്പിൽ എത്രയാണെന്ന് വെച്ചിട്ട് കൈ നീട്ടണ്ടേ. പിന്നെ ഒരു മോളും ഉണ്ട്. ഓൾക്കും ഒരു കുറവേടില്ലാത്ത രീതിയിൽ നോക്കണ്ടേ. ഇതുവരെ ഇങ്ങനെ ആയിക്കില്ല നമ്മുടെ ഞാനും മക്കളും പണിയെടുത്തിട്ട് പെൺകുട്ടികൾ തന്നെ ഇവിടെ ജോലിക്ക് നിന്നതിന് സാധനം വാങ്ങും. കൈവിടൂല. അതെന്നെ മോളെ. ഇനി സത്യമായിട്ടുള്ള പറയുന്നത് നിന്റെ വീഡിയോ കുറേ ഞാൻ കാണുന്നു. പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ച് പരമച്ചൻ എനിക്ക് ആരെങ്കിലും എൻ്റെ മുമ്പിൽ ഒന്ന് കൊണ്ടെത്താറുണ്ട്. ഞാൻ പോയാലേ ആരെങ്കിലും കാണാൻ പറ്റും. അങ്ങനെ എനിക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അറിയില്ല നോക്കട്ടെ. എൻ്റെ മോളോട് പറഞ്ഞു ഒന്ന് മെസ്സേജ് അയച്ചാൽ മോള് ഓള് പറഞ്ഞോടൊന്നാ പറഞ്ഞതറിയോ, മോളിൽ തിരക്ക് കറോടൊന്നും നോക്കൂല ഉമ്മാൻ്റെ മെസ്സേജും. നമ്മൾ ഇനി അയച്ചിട്ട് എന്നിട്ട് അങ്ങനെ അയച്ചിട്ടതാ. അപ്പാണ്ട് പിന്നെ എനിക്ക് മെസ്സേജ് മറുപടി തന്നു. പഠിച്ചോലിനെ ഇല്ല എന്നാൽ വലിയ അടക്കി വന്നല്ലോ. അതന്നെ വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല സാറില്ല. ഞാൻ എൻ്റെ ഇത് കേട്ട് വന്നില്ല. ഓളെ ആരും വരാനുമില്ല, ഒരാളെ ചോദിക്കാനുമില്ല, ഒന്നുമില്ല. നമുക്കൊക്കെ ശരിയാക്കാം. ഡെയിലി താജൂദ് നിസ്കരിച്ചിട്ട് പഠിച്ചോനെ എൻ്റെ മുന്നിലേക്ക് ആരെങ്കിലും കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞ സമയത്ത് നിൻ്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. നീയാണ് എൻ്റെ രക്ഷ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ അവസാനം കാണാമെന്നുള്ളത്. ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെയൊക്കെ പ്രോബ്ലം ഒരു പ്രോബ്ലം ആണോ, അല്ല നമ്മൾ സ്വർഗത്തിലാണോ ജീവിക്കുന്നതെന്ന് തോന്നാലേ. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ളവർ നമുക്ക് ചുറ്റും എത്രയോ പേരുണ്ട് കേട്ടോ. അവരുടെയൊക്കെ അവസ്ഥകളും നമ്മുടെ അവസ്ഥകൾക്കും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതെന്തോ എനിക്കറിയില്ല ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടതെന്നുള്ളത്. ആരോഗ്യമെങ്കിലും പഠിച്ചോൻ തന്നിട്ടുണ്ടല്ലോ, അതന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ മക്കൾക്ക് ബർത്ത്ഡേ ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടിരിക്കണേനേക്കാളും നല്ലത് എനിക്ക് എന്തെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ പറ്റിയില്ലെങ്കിലും ഇവർക്കൊരാശ്വാസമായിട്ട് അവരുടെ കൂടെ പോയി നിന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. അവർ പ്രാർത്ഥിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ചെറിയൊരു സന്തോഷത്തിന് നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളുടെ തലമുറയ്ക്ക് നന്മയായിട്ട് തന്നെ നമുക്കും തിരിച്ചു കിട്ടും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇത്താത്താക്ക് തൽക്കാലം കിറ്റ് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ അവർക്ക് വേണ്ടിയിട്ടൊരു മിഷ്യന് നമ്മൾ എങ്ങനെയെങ്കിലും സെറ്റാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയതും അതേപോലെ അതിനൊരു അവസരം കിട്ടിയതും പഠിച്ചവനോടും നന്ദി പറയുന്നു. അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും അതായത് എൻ്റെ കൂട്ടുകാരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈ താത്താക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക, അതേപോലെ നമുക്കും വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.